ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസംബർ 13 മുതൽ 20 വരെ, അതായത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 12-ാം തീയതിയാണ്. നാളെ തൊട്ട് 20-ാം തീയതി വരെ IFFK 29ാമത്തെ എഡിഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുള്ളതുപോലെ എന്തായാലും ഞാൻ ഇപ്രാവശ്യത്തെ IFFKയുടെ കിറ്റ് ടാഗോർ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, കാരണം നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ കളക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, എല്ലാ IFFKയിലും കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ആദ്യം ഇതുപോലത്തെ ഒരു ബാഗുണ്ട്, നമുക്കിങ്ങനെ ഇതെല്ലാം ഇങ്ങനെ തൂക്കിയിട്ട് നടക്കാനായിട്ട് പറ്റും ഇങ്ങനെ. ഓക്കെ, അതിനുശേഷം ഇതിനകത്തൊരു ബട്ടൺസ് ഒക്കെ ഉണ്ട് നമുക്ക് സേഫ് ആക്കി വെക്കാനായിട്ട്. പിന്നെ അതിനകത്ത് വരുന്നത് ID കാർഡ്. ഈ ID കാർഡ് സ്കാൻ ചെയ്തിട്ടാണ് സിനിമയ്ക്ക് കയറാൻ പറ്റുന്നത് എല്ലാ തിയേറ്ററിലും. ഓക്കെ, അപ്പോൾ ഈ ID കാർഡ് മസ്റ്റാണ്, വേറെ ഒന്നും ഇല്ലെങ്കിലും. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ ഒരു ബ്രോഷറാണ്. ഈ ഒരു ബ്രോഷർ എന്ന് പറയുന്നത് ഏതൊക്കെ തിയേറ്ററിൽ ഏതൊക്കെ സിനിമ ഏതൊക്കെ സമയത്ത് എത്ര ഷോ ഉണ്ട് ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ബ്രോഷറിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 13-ാം തീയതി ഡിസംബർ 13 ഡേ 1 കണ്ടോ, ഡിസംബർ 13-ാം തീയതി ഡേ 1 കയറളി രാവിലെ 10 മണിക്ക് ഷാഹിദ് എന്നുള്ള സിനിമയുണ്ട്, വേൾഡ് സിനിമ കാറ്റഗറി. അതുപോലെ തന്നെ അവിടെ തന്നെ 12:30 വെണ്ടി ഫോൺ റാങ്ക് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് ഏത് സിനിമ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോയി കാണാനായിട്ട് പറ്റും. അതിനാണ് ഈ ഒരു ബ്രോഷർ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ബുക്കാണ്, ഒരു ബുക്ക്ലെറ്റ് കിട്ടുന്നുണ്ട്. ഈ ഒരു ബുക്ക്ലെറ്റിനകത്ത് ഇപ്രാവശ്യം പ്രീമിയർ ചെയ്യുന്ന എല്ലാ ഷോയുടെയും സിനോപ്സിസ് കാണും, ഡയറക്ടറിന്റെ പേര് കാണും, അല്ലെങ്കിൽ കാസ്റ്റാഗ്രൂവിന്റെ പേരിലെന്ന് തോന്നുന്നു, കാസ്റ്റാഗ്രൂവിന്റെ പേരുണ്ട്. അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബ്രോഷർ നോക്കിയിട്ട് ഏതൊക്കെ സിനിമയാണെന്ന് നോക്കി അതിന്റെ എന്താണ് അതിന്റെ സിനോപ്സിസ് എന്ന് അറിയണമെങ്കിൽ ഈ ഒരു ബുക്ക് നോക്കിയാൽ മതി. ഈ ബുക്കിനകത്ത് ഇങ്ങനെ പല കാറ്റഗറിയിലായിട്ടാണ്. ഇപ്പോൾ വേൾഡ് സിനിമ എന്ന് പറഞ്ഞിട്ട് വേൾഡ് സിനിമ കാറ്റഗറിയിൽ വരുന്ന എല്ലാ സിനിമകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിന്റെ സിനോപ്സിസും എല്ലാം കാണും. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പോയി കാണാമല്ലോ. പിന്നെ എല്ലാ സിനിമയുടെയും ട്രെയിലറൊന്നും നമുക്ക് കിട്ടത്തില്ല, പക്ഷെ ചില സിനിമയുടെ ട്രെയിലറും പിന്നെ ചില സിനിമയുടെ സീൻസും ഒക്കെ യൂട്യൂബിലോ ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുള്ളത്, ചില സിനിമകൾക്ക് ട്രെയിലറോ ടീസറോ സീൻസോ ഒന്നും നെറ്റിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സിനിമ മോശമാവാനുള്ള ചാൻസ് കൂടുതലെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അത് ഞാൻ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് പറയുകയില്ല, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണ്, എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അത് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. അപ്പോൾ എനിക്കറിയാം, ഇത് ഞാൻ പെട്ടെന്ന് അങ്ങ് അൺബോക്സ് ചെയ്യുന്നേ ഉള്ളൂ, കാരണം നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാ വർഷത്തെയും പോലെ തന്നെയാണ് ഇപ്രാവശ്യത്തെ IFFKയുടെ ബാഗിനകത്ത് വന്നിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നാളെ ഫസ്റ്റ് ഡേ ആണ്, 13-ാം തീയതി. 13-ാം തീയതി ബുക്കിംഗ് അവൈലബിൾ അല്ല. 13-ാം തീയതി അതായത് നമുക്ക് നേരിട്ട് ക്യൂ നിന്ന് മാത്രമേ തിയേറ്ററിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം 14-ാം തീയതി തൊട്ട് നമുക്ക് ബുക്കിംഗ് ഓപ്പൺ ആവും. ബുക്ക് തലേ ദിവസം, അതായത് 14-ാം തീയതിക്ക് ഉള്ളത്, മറ്റന്നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളത് നാളെ, അതായത് 13-ാം തീയതി രാവിലെ 8 മണിക്ക് ഓപ്പൺ ആവും. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ 60-40 എന്നുള്ളതായിരുന്നു റിസർവേഷന്റെ കാര്യം പറഞ്ഞത്. അതായത് 60% ഓൺലൈൻ റിസർവ് ചെയ്ത് 40% നേരിട്ട് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, 70-30 ആണ് ഇപ്രാവശ്യം ഈ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പോൾ മാക്സിമം എല്ലാവരും രാവിലെ 8 മണിക്ക് തന്നെ സൈറ്റിൽ കയറി അടുത്ത ദിവസത്തേക്കുള്ളത് ബുക്കിംഗ് ചെയ്യണം എന്ന് ഞാൻ പറയുവാണ്. അപ്പോൾ ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, ആപ്പിന്റെ ലിങ്ക്, ആപ്പ് IFFKയുടെ ആപ്പിനകത്ത് വഴി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്പിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കാരണം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള കുറച്ച് പേര് ഈ ആപ്പിന്റെ ലിങ്ക് ഒക്കെ ചോദിച്ചിട്ടിരുന്നു. ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം എന്തായാലും ഈ വീഡിയോയുടെ താഴെ. അപ്പോൾ ഓക്കെ, ബൈ.